രണ്ടാമത്തെ സ്റ്റേ ചെയ്ത പ്രൊവിഷനിൽ ഇപ്പോൾ ഈ 5 വർഷം പ്രാക്ടീസിങ് മുസ്ലിം ആയിരിക്കണം എന്നുള്ള വ്യവസ്ഥ, അത് റൂൾസ് ഉണ്ടാക്കുന്നത് വരെ സ്റ്റേ ചെയ്യുന്നു എന്ന് കോടതി പറഞ്ഞു. അതിലെ കാര്യം പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കുന്നത്, അതിന് കാരണമായി പറഞ്ഞതല്ലേ കുറേ കൂടെ അപകടകരമായ സംഗതി? അതായത് ഇത് വേണ്ടതാണ്, അല്ലെങ്കിൽ ഇത് കൺവേർട്ട് ചെയ്തതിന് ശേഷം വഖഫ് ചെയ്തിട്ട് അങ്ങനെ വഖഫ് ചെയ്തു എന്നുള്ളത് ദുരുപയോഗിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ പരാമർശമല്ലേ കുറേ കൂടെ അപകടകരമായിട്ടുള്ളത്? ഡേഞ്ചറസ് ആയ പരാമർശമാണ്. ഒരിക്കലും ഇന്ത്യ പോലൊരു രാജ്യത്ത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, എന്നെ സംബന്ധിച്ച് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് അൺഅക്സെപ്റ്റബിൾ ആണ്. ഇതൊക്കെ ഒരു കോൺസിക്വൻസിനെ അഡ്രസ് ചെയ്യുമ്പോൾ ദുരുപയോഗം ചെയ്യുന്നവർ ഏത് നിയമവും ദുരുപയോഗം ചെയ്യും. എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഒക്കെ അത് വെരിഫൈ ചെയ്യണം ആ സമയത്ത്. അങ്ങനെ ദുരുപയോഗം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഈ 5 വർഷം പ്രാക്ടീസ് ചെയ്താൽ ദുരുപയോഗം ചെയ്യാൻ പറ്റില്ല, 5 കൊല്ലം കഴിഞ്ഞ് ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ കണ്ടെത്തലുകളോടൊന്നും ഒരു തരത്തിലും യോജിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ ഇതൊരു ഇടക്കാല വിധി ആയതുകൊണ്ട് ഫൈനൽ ജഡ്ജ്മെന്റിൽ വരുമ്പോൾ അത് പരിഗണിക്കപ്പെടും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കാരണവശാലും ആർട്ടിക്കിൾ 25 ആർട്ടിക്കിൾ 26 ഒക്കെ ഈ കേശവാനന്ദ ഭാരതി ജഡ്ജ്മെന്റും മെനോറാമിൽ ജഡ്ജ്മെന്റും ഒക്കെ ഈ രാജ്യത്തുണ്ടല്ലോ. ഇത് ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ലേ? റിലീജിയസ് റൈറ്റ്സും റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള റൈറ്റ്സും ഒക്കെ നിലവിലുള്ളപ്പോ ഇത് പ്രൊട്ടക്ട് ചെയ്യപ്പെടും ഫൈനൽ ജഡ്ജ്മെന്റ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ ഏറ്റവും അധികം ഈ ഭരണഘടനാ ഭേദഗതി ചോദ്യം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ നിയമ ഭേദഗതി വന്നതിന് ശേഷം ഉണ്ടായ വലിയ വിമർശനങ്ങൾ ഒന്ന് ഈ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന സംഗതി, അതില്ലാതാക്കുന്ന വ്യവസ്ഥ ഈ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചതാണ്. അത് പക്ഷേ കോടതി ഈ ഇൻട്രീം ഉത്തരവിൽ അത് പരിഗണിച്ചിട്ടേ ഇല്ല. അതൊരു വലിയ പ്രശ്നമായി തോന്നുന്നു. അത് ഈ ഉത്തരവിന്റെ പേജ് 86, 87 വായിച്ചാൽ അതിന്റെ വേറെ ഒരുപാട് പാരഗ്രാഫിൽ പറയുന്നുണ്ട്. 149, 150 പാരഗ്രാഫുകൾ വായിച്ചാൽ മനസ്സിലാകും. വഖഫ് ബൈ യൂസറിന്റെ ക്വസ്റ്റ്യൻ പരിഗണിച്ചു. എന്നിട്ട് 150ാമത്തെ പാരഗ്രാഫിൽ പറയുകയാണ്, നോട്ട് ഓൺലി ദാറ്റ് ബട്ട് വി ആർ ഓൾസോ ഓഫ് ദ വ്യൂ ദാറ്റ് ഇഫ് ദ ലെജിസ്ലേച്ചർ ഇൻ 2025 ഫൈൻഡ്സ് ദാറ്റ് ഓൺ അക്കൗണ്ട് ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് വഖഫ് ബൈ യൂസർ huge government properties have been encroached upon, and to stop the said menace it takes step to deletion of the said provision. The said amendment prima facie cannot be said to be arbitrary. പാരഗ്രാഫ് 150 ഫൈൻഡിംഗ് ആണ്. ഗവൺമെന്റ് പ്രോപ്പർട്ടി പിന്നെ അവര് വഖഫ് ബൈ യൂസർ മൂലം അവര് എൻക്രോച്ച് ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞത് ആഡ് ചെയ്തത് പ്രിമാ ഫേസി ആർബിട്രറി അല്ല എന്ന് പറഞ്ഞ് ഒരു ഫൈൻഡിങ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ അത് തെറ്റായ പ്രൊപ്പോസിഷൻ. മുസ്ലിം ലോയിൽ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നത് കാലങ്ങളോളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പള്ളികള്, മദ്രസകള്, സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യത്തെ അത് കോടതിയുടെ ഫൈൻഡിങ്ങിൽ ഇപ്പോ അത് ഗവൺമെന്റ് ഭൂമി എൻക്രോച്ച് ചെയ്യാനുള്ള ആയുധമായി പോകും. അതുകൊണ്ട് വഖഫ് ബൈ യൂസർ എടുത്തു കളഞ്ഞത് ആർബിട്രറി അല്ല എന്നുള്ള ഫൈൻഡിങ് ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ